രാമപുരം ഫൊറോന പള്ളിയിൽ പുതുതായി നിർമ്മിച്ച വൈദിക മന്ദിരത്തിന്റെ ഉദ്ഘാടനം പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് നിർവഹിച്ചു. പള്ളിമേടയുടെ ബെഞ്ചരിപ്പിന് ശേഷമാണ് ഉദ്ഘാടന ചടങ്ങ് നടന്നത്. വിശ്വാസ സമൂഹത്തിന്റെ ഐക്യവും കൂട്ടായ്മയും വളർത്തിയെടുക്കുന്നതിൽ ഇത്തരം ഇടങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് ബിഷപ്പ് പറഞ്ഞു. ഈ വൈദിക മന്ദിരം വർഷങ്ങളായിട്ട് നമ്മുടെ മനസ്സിൽ കണ്ട് ആലോചിച്ച് വളർത്തിയ ഒരു കാര്യമാണ്. രാമപുരത്തിൻ്റെ ചരിത്രപരവും സഭാത്മകവുമായ കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ ഇതുപോലൊരു വൈദിക മന്ദിരം നമുക്ക് ആവശ്യമാണ്. രണ്ട് എംപിമാരോടും MLA-യോടും അഡ്വക്കേറ്റ് ജനറലോടും എല്ലാം ചേർന്ന് ലോകത്തിൽ ആദ്യമായ കാര്യത്തിൽ ഇതുപോലൊരു വൈദിക മന്ദിരം ചെയ്തിരിക്കുന്നത്. അതുതന്നെയാണ് ഇതിൻ്റെ സാമൂഹികവും രാഷ്ട്രീയവും ദേശീയവുമായ പ്രാധാന്യം എന്ന് ഞാൻ കരുതുകയാണ്. അതുപോലെ നിരവധി വൈദികർ, വികാരിമാര്, പ്രധാനന്മാര്, രാമപുരത്തിന് മക്കളായ വൈദികർ, നായർ, സമർപ്പിത സഹോദരിമാരെല്ലാം വലിയൊരു ഗ്യാതറിംഗാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. ഈശോയാണ് നമ്മളെ ഗ്യാതർ ചെയ്തത്, ഒരുമിപ്പിച്ചത്. അത് ഈ ദേശത്തിൻ്റെ, ഈ പ്രാദേശിക സഭയുടെ പ്രാധാന്യം കൊണ്ടാണ്. കർത്താവ് കനിഞ്ഞ് നൽകിയ ഒരു വലിയ കേന്ദ്രമാണ് രാമപുരം. രാമപുരം ഫൊറോന വികാരി റവറൻ ഫാദർ ബെർക്കുമൻസ് കുന്നുംപുറം അധ്യക്ഷനായിരുന്നു. മുൻ വികാരിമാരായ റവറൻ ഡോക്ടർ ജോർജ് ഞാറക്കുന്നേൽ, റവറൻ ഡോക്ടർ ജോർജ് വർഗീസ് ഞാറക്കുന്നേൽ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഫ്രാൻസിസ് ജോർജ് MP, ജോസ് കെ മാണി MP, മാണി സി കാപ്പൻ MLA, അഡ്വക്കേറ്റ് ജനറൽ വിൻസെന്റ് കുരിശുമൂട്ടിൽ, രാമപുരം പഞ്ചായത്ത് പ്രസിഡന്റ് KK ശാന്താറാം, ജില്ലാ പഞ്ചായത്ത് അംഗം ഷിബി മത്തായി, വൈസ് പോസ്റ്റുലേറ്റർ ഫാദർ ജെയിംസ് പുലിയുറുമ്പിൽ, ഫാദർ അബ്രഹാം കുഴിമുള്ളിൽ, ഫാദർ മാത്യു പനങ്ങാട്ട്, ഫാദർ ജോർജ് പരമ്പിത്തടത്തിൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇടവക കൈക്കാരന്മാരായ പ്രകാശ് തോട്ടാശ്ശേരിൽ, പയസ് കടുകുമാക്കൽ, ജോജോ മണ്ണാമ്പറമ്പിൽ, ജെയ്സൺ അറയ്ക്കപ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി.